ഉരുൾപൊട്ടൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ നടന്ന് ഒരുപാട് മയ്യത്തുകളാണ് നമ്മുടെ ചാലിയാറിൻ്റെ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പഠിച്ചോനെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. എല്ലാവർക്കും ശുഹദായിൻ്റെ കൂലി നീ കൊടുക്കണം പഠിച്ചോനെ. ഷഹീദിൻ്റെ കൂലി നീ കൊടുക്കണം പഠിച്ചോനെ. പഠിച്ചോനെ ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളൊക്കെ ധാരാളം ജീവിച്ചിരിപ്പുണ്ടല്ലോ പഠിച്ചോനെ. ഏറ്റവും നല്ല ക്ഷമ കൊടുക്കണം റബ്ബേ, നല്ല ക്ഷമ കൊടുക്കണം റബ്ബേ. അത്തരം ആഫത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ നാടിനെ നീ കാത്തുരക്ഷിക്കണം റബ്ബേ, നീ കാത്തുരക്ഷിക്കണം റബ്ബേ, നീ കാത്തുരക്ഷിക്കണം റബ്ബേ. അതുപോലെ തന്നെ പഠിച്ചവനെ, അതുപോലെ തന്നെ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കേട്ടു പഠിച്ചവൻ. ഇപ്പൊ വെള്ളം ഇറങ്ങിയെന്നാ തോന്നില്ലേ? എന്താ ആളുകളുടെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കമന്റ് ബോക്സിലൂടെ ഇന്നലെ മിനിയാന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവസ്ഥ? എന്താണ് നോട്ടെ? മഴയില്ല, അൽഹംദുലില്ലാ. വെള്ളമൊക്കെ ഇറങ്ങിയ ഉസ്താദ്, അൽഹംദുലില്ലാ. ഇപ്പോൾ ഇവിടെ മഴയില്ല, അൽഹംദുലില്ലാ. കുറവുണ്ട്, അൽഹംദുലില്ലാ. പഠിച്ചോൻ അല്ലാഹു സലാമത്ത് നൽകട്ടെ. ആരുടെയും വീട്ടിൽ വെള്ളമൊന്നും കയറാതെ ഒന്നൊരു നഷ്ടമൊന്നും നാശമൊന്നും ഇല്ലാത്ത റാഹത്തുള്ള മഴ അല്ലാഹു നൽകട്ടെ. കാരണം മഴക്കാലാണ്, മഴ വേണം, മഴ അല്ലാഹു തരട്ടെ. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നിലക്കുള്ള മഴ അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. എല്ലാവരുടെയും നാടുകളിൽ നീ പഠിച്ചോനെ ഇസ്സത്ത് നൽകണം റബ്ബേ. എല്ലാം നീ റാഹത്തിലാക്കണം അല്ലാഹ്. എല്ലാവരുടെ പ്രദേശത്തു നിന്നും പഠിച്ചോനെ വെള്ളമൊക്കെ ഇറങ്ങി സന്തോഷമുള്ളൊരു റാഹത്തുള്ളൊരു സന്തോഷമുള്ളൊരു അവസ്ഥ നീ നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.